ഒരു ദേശവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ സാധാരണഗതിയിൽ കൾച്ചർ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സംസ്കാരം, ഒരു പ്രദേശത്തിൻ്റെ കൾച്ചർ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിൻ്റെ അങ്ങനെയുള്ള അതിർത്തികളുടെയൊക്കെ കൾച്ചർ എന്ന് പറയുന്നതിനകത്ത് പണ്ട് ട്രേഡ് അല്ലെങ്കിൽ മേർച്ചൻ്റ് എന്നുള്ള പദമൊക്കെ വളരെ പ്രധാനമായിട്ടുണ്ടായിരുന്നു. പക്ഷെ പിൽക്കാലത്ത് ക്യാപിറ്റലിസം രൂപപ്പെടുകയും ക്യാപിറ്റലിസത്തിന് എതിരായിട്ടുള്ള പ്രത്യയശാസ്ത്രങ്ങൾ വരികയും ചെയ്തപ്പം ബിസിനസ് ഒരു വില്ലൻ എന്നുള്ളൊരു പ്രത്യയശാസ്ത്രമായിട്ട് രൂപപ്പെടുന്ന ഒരു അവസ്ഥ ലോകവ്യാപകമായിട്ട് ഗ്ലോബലി ഉണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും കോഴിക്കോട്ടിരുന്ന് സംസാരിക്കുമ്പോൾ, ലോകത്തിലെ പ്രാചീനമായ ട്രേഡ് റൂട്ടുകളിലൊന്നാണ് കോഴിക്കോട്. അതായത് കോഴിക്കോട്, മുസിരിസ്, കൊയിലോൺ എന്നൊക്കെ പറയുന്ന നമ്മുടെ ഒരു വലിയൊരു ട്രേഡ് റൂട്ടിൻ്റെ ഭാഗമാണ്. അവിടെ ഇരുന്നിട്ട് നമ്മൾ ബിസിനസ്സിനെ പറ്റി സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ മാർക്കറ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ, മാർക്കറ്റിങ്ങിനെ പറ്റി സംസാരിക്കുമ്പോൾ കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംഭാഷണമാണിത്. അപ്പോൾ അതിനകത്ത് കോഴിക്കോട്ടുകാരനായ താങ്കൾ ഇപ്പോൾ ഒരു ബിസിനസ് ആർക്കിടെക്റ്റ് എന്ന് പറയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് ആ ഒരു എവല്യൂഷൻ സംഭവിച്ചിട്ടുള്ളത്? വലിയൊരു പഴമയുടെ ബിസിനസ്സിൻ്റെ സെൻ്ററാണ് കോഴിക്കോട്. നമ്മൾ വാസ്കോഡഗാമയ്ക്ക് മുന്നേ തന്നെ ആൾക്കാർ വരികയും ട്രേഡിങ് തുടങ്ങുകയും, അന്നൊക്കെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ സ്പൈസസ് ഗോൾഡ് ഇവിടെ കൊണ്ടുവന്നിട്ട്, ഗോൾഡ് ഓർ സിൽവറൊക്കെ കൊണ്ടുവന്നിട്ട് സ്പൈസസ് ഒക്കെ ഇവിടുന്ന് കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ, തിരിച്ചു കൊണ്ടുവരുന്നത്. അതായത് പിന്നെ അന്ന് ബാർട്ടർ സംവിധാനമായിരുന്നു, ബാർട്ടർ സംവിധാനമൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൽ മാറി ഒരു എന്താ പറയുക, എക്കണോമിക് ചേഞ്ചസ് വേൾഡിൽ വളരെ പേസ് കൂടുതലുള്ള സമയമാണ്. പക്ഷേ ഇന്ത്യയിൽ ചെറിയ ചെറിയ പിന്നെ ഡെവലപ്മെൻറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ത്യക്കാരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്ന നമ്മളെ പോപ്പുലേഷന് വലിയൊരു ഘടകമാണ്, മാർക്കറ്റ് വലിയൊരു മാർക്കറ്റാണ്. ഇത് ഗ്രാജ്വലി ഐഡൻറ്റിഫൈ ചെയ്ത് വന്നൊരു കോൺസെപ്റ്റാണ്. എസ്പെഷ്യലി അതിൽ നോർത്ത് ഇന്ത്യയിലായിരുന്നു കൂടുതലായിട്ട് ആൾക്കാർ ഈ ബിസിനസ്സും കോർപ്പറേറ്റ് എന്നുള്ള ഒരു കൾച്ചറും ബോംബെയിലൊക്കെ ആയിരുന്നു. പക്ഷെ അതൊരു സൗത്ത് ഇന്ത്യയിലേക്ക് ഇങ്ങനെ ഫ്ലോ തുടങ്ങിയിട്ടുണ്ട്. ഈ തുടങ്ങുന്നതിൽ പിന്നെ എക്കണോമിക് റിഫോംസ് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ റെഗുലേറ്ററി റിഫോംസ് വലിയൊരു ഘടകം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ കേരളത്തിലൊരു കൾച്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, എസ്പെഷ്യലി മലബാർ ഏരിയയിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് ടേക്കിംഗ് ഓൺടർപ്രണേഴ്സാണ് കൂടുതലുള്ളത്. കാരണം അവർക്ക് ഭയങ്കര ആഗ്രഹങ്ങൾ വലിയ രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ച ഒരാൾക്കാരാണ്. പക്ഷേ ഇന്ത്യയുടെ ഒരു എക്കണോമിക് കൾച്ചർ, ക്ലൈമറ്റ് ഒന്നും ഇങ്ങോട്ട് കാറ്റ് വന്നിട്ടില്ല. പക്ഷേ ഒരു 2000-ന് ശേഷം നമ്മളന്ന് തുടക്കത്തിലൊക്കെ ഗൾഫ് കൺട്രീസിൽ പോയാൽ മാത്രമേ പൈസ ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷേ ഗൾഫിൽ നിന്ന് ഏൺ ചെയ്യുന്ന ഇൻകം ഇവിടെ ഗ്രാജ്വലി ഇൻഫ്ലോ ഭയങ്കരമായിട്ട് കൂടി, കേരളത്തിലത് കൂടി. അപ്പം കാലത്തിനനുസരിച്ച് ഈ മാറി വരുന്ന ഈ ഒരു ബിസിനസ് സെക്ടറിലെ കൾച്ചർ, അതിൽ ആൾക്കാർ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടി വരികയാണ്. പ്രത്യേകിച്ച് 2004-നൊക്കെ ശേഷം ഭയങ്കര ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം റീസെൻ്റ്ലി ക്യാപിറ്റൽ മാർക്കറ്റ് ഭയങ്കരമായിട്ട് ആൾക്കാർ അതിനെക്കുറിച്ച് അറിയൽ തുടങ്ങി. അപ്പോൾ അതിൽ കേരളത്തിലും വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഈ ടെക്നോളജി ഡിസ്ട്രപ്ഷൻസ് നന്നായിട്ട് വലിയൊരു ഡിസ്ട്രപ്ഷൻസാണ് വന്നത്. ടെക്നോളജിയിലുള്ള ആൾക്കാർ അവയർനെസ് ഭയങ്കരമായിട്ട് കൂടി, പിന്നെ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൂടി. ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ കേരളത്തിന് പൊതുവെ എഡ്യൂക്കേഷനിലുള്ള ഒരു ശക്തിയാണ്. എഡ്യൂക്കേഷനിൽ ഈ സാക്ഷരതയൊക്കെ വന്നതിന് ശേഷം ആൾക്കാർക്ക് ഗ്ലോബൽ എക്കണോമിയും ഇന്ത്യൻ എക്കണോമിയും ഒക്കെ കേരളത്തിനൊരു എഡ്യൂക്കേഷൻ സെൻ്ററായിട്ട് കാഴ്ചപ്പെടും. സ്വാഭാവികമായിട്ട് അവിടെ ബിസിനസ് കൂടും. പണ്ടൊരു കൺസ്യൂമർ സ്റ്റേറ്റ് ആയിരുന്നു, ഇപ്പോഴും കൺസ്യൂമർ സ്റ്റേറ്റ് തന്നെയാണ്. പക്ഷെ കൺസ്യൂമർ സ്റ്റേറ്റിലേക്ക് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഈവൻ വലിയ ഗ്ലോബൽ പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ട്സുകൾ, ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനികളൊക്കെ തന്നെ കേരളത്തിലേക്ക് വന്നു തുടങ്ങി. അപ്പം ഇതിനു മുന്നേ നമ്മളെയൊക്കെ റോൾ, ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ബിസിനസ് ആർക്കിടെക്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് ഗവൺമെൻറ് ആക്ച്വലി നല്ലൊരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് IIM ഒക്കെ വന്നത്. അതിനുശേഷം പ്രൊഫഷണൽ ബോഡി പാർലമെൻറ്റിലെ ആക്ട് പാസ്സാക്കിയിട്ട് വന്ന് പ്രൊഫഷണൽ പിന്നെ ബോഡിയാണ്, സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് ഒക്കെ ഉണ്ട്. ശരിക്ക് ഇഫ് യു ടേക്ക് ദെയർ സിലബസ്, നമ്മൾ സിലബസ് എടുത്തു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിന് ആവശ്യമായ എല്ലാ ഏരിയയിലും അത് ടച്ച് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഏതൊരു ഫോറിൻ കൺട്രീനേക്കാളും നല്ലൊരു സിലബസ് ആയ കരിക്കുലമാണ് ഗവൺമെൻറ് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ പക്ഷേ ഇതിനെ ആൾക്കാർ യൂസ് ചെയ്യുന്നില്ലായിരുന്നു. എന്താണ് ഒരു പർട്ടിക്കുലർ സ്റ്റാറ്റ്യൂട്ടറി ആണെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി മാത്രം നോക്കുന്നു, നമ്മൾ ഏരിയ ഇത്രയാണ് നമ്മൾ തന്നെ ലിമിറ്റ് ചെയ്യാണ്. പക്ഷേ നിങ്ങൾ പറഞ്ഞ പോലെ കൾച്ചറൽ ചേഞ്ചസ് വന്ന കേരളത്തിൽ ശരിക്ക് എന്താണോ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഉദ്ദേശിക്കുന്നത്, ഈ ഉദ്ദേശവും
മാർക്കറ്റിൻ്റെ നീഡും തമ്മിൽ ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അന്തരം വലുതായിരുന്നു, ഭയങ്കര അന്തരം വരുന്നത്. അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മളൊക്കെ പ്രവർത്തിച്ചുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ ബിസിനസ് ആർക്കിടെക്റ്റ് എന്നുള്ളൊരു ഇത് വരാൻ. കാരണം ഒരു ബിസിനസ്സിന് ആവശ്യമായ ഏതൊരു ബിസിനസ്സും ഈവൻ നമ്മൾ പഠിച്ച ഈവൻ ഒരു ഡോക്ടറായി അയാളും ചെയ്യുന്നത് സർവീസ് ഈസ് എ ബിസിനസ്. അഡ്വക്കേറ്റ് സർവീസ് എന്ന് നമ്മൾ പറയുമെങ്കിൽ ഇറ്റ്സ് എ ബിസിനസ്. എഞ്ചിനീയർ ഇസ് എ ബിസിനസ്. എല്ലായിടത്തും ബിസിനസ്സും കൊമേഴ്സും ഉണ്ട്. ഇത് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ അവിടെ ഒരു മെൻറ്റർഷിപ്പും അഡ്വൈസർ റോളുണ്ട്. മനസ്സിലായില്ല? അപ്പോൾ നമ്മൾ പഠിച്ച നേരത്തെ പറഞ്ഞ കരിക്കുലർ സിലബസ് അതാണ്. ഏറ്റവും നല്ല സിലബസാണ് നമ്മൾ പഠിച്ചത്. ഗവൺമെൻറ് ഓൾറെഡി ഇനീഷ്യേറ്റീവ് IIM ഒക്കെ എന്ന് പറഞ്ഞാൽ കോഴിക്കോടാണല്ലോ IIM അല്ലേ? ഒന്നാലോചിച്ചു. കോഴിക്കോട് വളരെ കുറഞ്ഞ ഏരിയയിൽ മാത്രം സിറ്റീസിൽ സെലക്ട് ചെയ്ത് എന്തുകൊണ്ട് ഗവൺമെന്റ് കോഴിക്കോട് തിരഞ്ഞെടുത്തു? നല്ല റേറ്റിംഗ് ഉള്ള ഹൈ റേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. കോഴിക്കോട് തിരഞ്ഞെടുക്കാൻ കേരളത്തിൽ അത്രയും പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് ഇതിന്റെ അഡ്വൈസറി കൗൺസിൽ ബോർഡാണ്. നമ്മൾ ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഈ IIM യൂസ് ചെയ്തിട്ട് അവരെ അഡ്വൈസ് എടുത്തിട്ട് ഈവൻ IIM ഔട്ട്സോഴ്സ് ചെയ്യുന്നുണ്ട് സർവീസ്, കൺസൾട്ടൻസി സർവീസ് ഔട്ട്സോഴ്സ്. അത് യൂസ് ചെയ്യുന്ന ബിസിനസ്സുകാരുണ്ട് കുറേ. അപ്പോൾ കേരളത്തിൽ ഇതിന് ഭയങ്കര പൊട്ടൻഷ്യൽ ഉണ്ട്. പക്ഷേ ബിസിനസ് കൺസൾട്ടൻസിക്ക് മെൻറ്റർഷിപ്പിന് ഭയങ്കര റോളുണ്ട്. കാരണം പലരും ബിസിനസ്, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ പറയും നിങ്ങൾക്ക് പ്ലാനിങ് വേണം അല്ലെങ്കിൽ സ്ട്രാറ്റജി വേണം. എന്താണ് പ്ലാനിങ്, എങ്ങനെയാണ് അത് എക്സിക്യൂഷൻ? പലരും ഐഡിയാസ് പറയും, പക്ഷെ എക്സിക്യൂഷനാണ്. ആ എക്സിക്യൂഷനിലെ റോള് ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ആർക്കിടെക്റ്റ് എന്ന് പറയുമ്പോൾ ഈ ആർക്കിടെക്റ്റിനെ എടുത്ത് നമ്മൾ പോകുന്നത് നമ്മളൊരു ഡ്രീമാണ് ഷെയർ ചെയ്യുന്നത്. ആ ഡ്രീം ഷെയർ ചെയ്യുമ്പോൾ ആ ഡ്രീമിനെ അയാൾ വിഷ്വലൈസ് ചെയ്ത് അയാൾ ഐഡിയ കൺസീവ് ചെയ്ത് പേപ്പറിൽ മാസ്റ്റർ പ്ലാൻ വരയ്ക്കുകയാണ്. അപ്പം ഒരാളെ കേട്ടിട്ട് ആ ഐഡിയനെ കേട്ടിട്ട് നമ്മളെ വിഷ്വലൈസ് ചെയ്തിട്ട് വരക്കുന്ന അതാണ് ആർക്കിടെക്റ്റ്. എന്നിട്ട് ആർക്കിടെക്റ്റ് എന്താ അത് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, ചെയ്യുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, അവിടെ ശ്രദ്ധിക്കണം. അവരൊരുപാട് ഫോർമുലാസും സയൻറ്റിഫിക് അപ്രോച്ചൊക്കെ എടുക്കുന്നുണ്ട്. നേരെ കൊണ്ടുപോയിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ കഴിയില്ല. അവിടെ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് അവർ എടുക്കുന്ന അഡ്വൈസ് ഉണ്ട്, അവർ കൊടുക്കുന്ന അഡ്വൈസ് ഉണ്ട്. ആ ഒരു ഇക്വേഷൻസും ഫോർമുലയൊക്കെ വൺസ് ഇംപ്ലിമെൻ്റ് ചെയ്ത് പിന്നെ അത് ഇനാഗുറേറ്റ് ചെയ്യുന്നവരെയാണ് ഒരു എന്താ പറയുക, അല്ലെങ്കിൽ ലോഞ്ച് ചെയ്യുന്നവരെയാണ്. അത് ചിലപ്പോൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും സർവീസ്, കാരണം വലിയ ബിസിനസ്. അതേപോലെ ഒരു ആൾക്ക് ഒരു ബിസിനസ് ഐഡിയ ഉണ്ട്, ആ ഐഡിയ വന്ന് ഷെയർ ചെയ്യുന്നത് ഫസ്റ്റ് ചിലപ്പോൾ കമ്പനി സെക്രട്ടറിനോടായിരിക്കാം. അല്ലെങ്കിൽ അവിടെ ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മറ്റൊരു പലതരത്തിലുള്ള ബിസിനസ്സുകളെ കുറിച്ച് പറഞ്ഞു. പക്ഷെ നമ്മൾ അതിനകത്ത് എല്ലാ ബിസിനസ്സിലും കാണുന്നതെന്ന് വെച്ചാൽ ഇപ്പം ക്യാപിറ്റലിനെ ശരിക്കും ഡ്രീമാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ് നടക്കുന്നത്. കാരണം അതിൻ്റെ ഒരു അസറ്റ് എന്ന് പറയുന്നത് ശരിക്കും അതിനുള്ള മറ്റ് തരത്തിലുള്ള എല്ലാ ശക്തികളും, അതായത് ഇപ്പം അതിൻ്റെ ഹ്യൂമൻ റിസോഴ്സ് ആയാലും എല്ലാ സംഗതികളും ഈ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിന്നും ഡ്രീമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ് അല്ലേ നിങ്ങൾ ചെയ്യുന്നത്? അതെ അതെ അതെ, ആ കൺവേർഷൻ ആണ്. അപ്പോൾ ക്യാപിറ്റൽ ഒരു ബിസിനസ്സിന് ആവശ്യം, മേജർ ആവശ്യം ക്യാപിറ്റലാണ്. പിന്നെ അതിനുശേഷം ഒരുപാട് മാൻ പവർ, കുറേ നമ്മൾ തിയറി പഠിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ കുറേ ആവശ്യങ്ങളിൽ ഹ്യൂമൻ റിസോഴ്സ് വേണം, ഐഡിയ. പക്ഷേ ഇതിനൊക്കെ ആ കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സ്, നിങ്ങൾ ഐഡിയ ഇപ്പോൾ അയാളൊരു ഐഡിയ എന്ന് പറയുമ്പോൾ എൻ്റെ അടുത്ത് ഇവിടുത്തെ ഒരു വളരെ റീസെൻ്റ്ലി നടന്ന വലിയൊരു എട്ടെക്ക്, വളരെ റെവല്യൂഷൻ ഉണ്ടാക്കിയ ഒരു എട്ടെക് കമ്പനി പറഞ്ഞത്, എൻ്റെ അടുത്തൊരു ഐഡിയ ഉണ്ട്, എനിക്കറിയില്ല അതെങ്ങനെ ബിസിനസ് ആക്കണം, പക്ഷെ എൻ്റെ ആഗ്രഹം ബിസിനസ് ആക്കണം, അതിനാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ ആർക്കിടെക്റ്റിൻ്റെ റോള് വരുന്നത്. ആ ഐഡിയ എവിടെയൊക്കെ നമുക്ക് ഒരു ടേബിളിൽ അത് വരയ്ക്കുമ്പോൾ എവിടെ പഞ്ച് ചെയ്യണം, എവിടെ സോഫ്റ്റ് ആവണം, എവിടെ ഹാർഡ് ആവണം എന്ന് നമുക്കറിയാൻ പറ്റും ബിസിനസ്സിൽ. അപ്പോൾ അങ്ങനെ മെൻറ്റർ ചെയ്ത് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഡെവലപ്മെൻറ്റിലും പിന്നെ അത് വൺസ് അത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മോണിറ്ററിങ് അതും നമ്മളെ റോളാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഇന്ത്യയിലാണ് ഏറ്റവും നല്ല റെഗുലേറ്ററി ഫ്രെയിംസ് ഉള്ളത്, ഗവൺമെൻറ് പോളിസി. ഇത് വയലേറ്റ് ചെയ്ത് എനിക്ക് നിയമം അറിയില്ല എന്ന് പറഞ്ഞിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റില്ല. അയാളെ ഡ്രീമൊക്കെ പൂട്ടി ഭ്രാന്തായി പോകും, കാരണം വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ഇവിടെയൊക്കെ നമ്മളെ റോളുണ്ട്. അപ്പോൾ അതിനെ പ്രോഫിറ്റാക്കി ഫണ്ട്സ്, അൾട്ടിമേറ്റ്ലി പ്രോഫിറ്റും ക്യാഷും കിട്ടണം. അപ്പോൾ ഫിനാൻഷ്യൽ ഡിസിപ്ലിന്, ഫിനാൻഷ്യൽ കൾച്ചർ അതിൽ കൊണ്ടുവരണം, ഡിസിപ്ലിൻ കൊണ്ടുവരണം, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് നമ്മളെ എഫക്റ്റീവായിട്ട്, എല്ലാം നല്ല ക്യാപിറ്റൽ ഉണ്ട്, ബിസിനസ് ഉണ്ട്. പക്ഷേ മാനേജ്മെൻറ്റിൽ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ ആ ബിസിനസ് തകർന്നു പോകുന്നുണ്ട്. അപ്പം ഓരോ ഏരിയയിലും നമ്മളൊരു മെൻറ്റർഷിപ്പ്, ഒരു ഗൈഡൻസ്, അഡ്വൈസ്. എനിക്ക് ഏറ്റവും ഇഷ്ടം
ഞാൻ പറയല് എനിക്ക് കിങ് ആവാനല്ല, ഞാനെന്നല്ല കേട്ടോ, ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിനെയാണ്. ഞാൻ എപ്പോഴും പറയല് നമ്മൾ കിങ് ആവരുത്, ബട്ട് നമ്മൾ കിങ് മേക്കേഴ്സ് ആവണം. കിങ് മേക്കേഴ്സിനാണല്ലോ പവർ. ഏതൊരു രാജ്യത്തിന്റെ ഒരു പണ്ടത്തെ സ്റ്റൈലിൽ രാജാവിനേക്കാൾ പവർ ആൾക്കാരെ കണ്ടുപോവാ മന്ത്രിക്കാണ്. രാജാവിന്റെ ഒരു മന്ത്രി ഉണ്ടാവുമല്ലോ അഡ്വൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചാണക്യൻ എന്നൊക്കെ പറഞ്ഞ് അതാവണം. അവിടെയാണ് നമ്മള് ഹീറോ ആകുന്നത്. മാസ്റ്റർ ബ്രെയിൻ സ്ക്രീനിൽ ചിലപ്പം ഇതിന്റെ ബിസിനസ് ഓണേഴ്സ് ആയിരിക്കും വരിക, പക്ഷെ ബിഹൈൻഡ് ദ സ്ക്രീൻ നമ്മൾ നിൽക്കുമ്പോൾ ആൾക്കാരെ ക്യൂരിയോസിറ്റിക്ക് അതാണ്, ആരാണ് ഇതിന്റെ അഡ്വൈസർ. സ്വാഭാവികമായിട്ട് വരുന്നത് ഒരു അഡ്വൈസർ. അപ്പോൾ അതിനൊരു പവർ ഉണ്ട്. ഈ പവറാണ് നമ്മളെ പ്രൊഫഷനിലൊക്കെ. അത് കേരളത്തിൽ, ഇന്ത്യയിൽ, ബോംബെയിൽ പോയി കൺസൾട്ടൻസി തുടങ്ങേണ്ട ആവശ്യമില്ല, ഡൽഹിയിൽ തുടങ്ങേണ്ട ആവശ്യമില്ല, ബാംഗ്ലൂർ. പണ്ട് അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. കേരളത്തിൽ, അതും കോഴിക്കോട് അങ്ങാടിയിൽ നമുക്ക് സ്കോപ്പ് ഉണ്ട്. അതാ ഞാൻ കണ്ടെത്തിയൊരു സാധനം അതാണ്. അവിടുന്ന് അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യാം. അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പം നമ്മളിപ്പം ഞാൻ എൻ്റെ അടുത്ത് ക്യാപിറ്റൽ ഉണ്ട്, ക്യാപിറ്റലുമായിട്ട് പാഷിക്കിൻ്റെ അടുത്ത് വരികയാണ്. അതായത് എനിക്കൊരു ഡ്രീം ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ക്യാപിറ്റൽ ആദ്യം നിങ്ങൾ കൺവേർട്ട് ചെയ്യുന്ന ഡ്രീം ആയിട്ടാണ്. അപ്പോൾ ഇന്ന ഡ്രീം നിങ്ങൾ കൊണ്ട് നടക്കണ്ട, ഇതൊരിക്കലും സക്സസ്ഫുൾ ആവില്ല, ഇത് നിങ്ങളുടെ ഒരു ദിവാസ്വപ്നമായിട്ടുള്ളൊരു സംഗതിയാണ്, അതിന് ബിസിനസ്സിലൊരു സാധ്യതയും ഇല്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ അഡ്വൈസ് ചെയ്യും? 100%. കാരണം ചില വളരെ യങ്സ്റ്റേഴ്സ് വന്നിട്ട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി വേണം ഫസ്റ്റ് തന്നെ. അപ്പോൾ എന്തിനാ, ചെറിയ 1-2 പേരുണ്ട്, അല്ല എനിക്കൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ ഓണറായിട്ട് ചെയർമാനൊക്കെ ആയിട്ട് അതിന് ബിസിനസ് ഇതാണ്, ഐഡിയ ഇതാണ്, IT കമ്പനിയാണ്. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഒന്നും വേണ്ട, നിങ്ങളൊരു സാധാ പാർട്ണർഷിപ്പ് ഫേമോ അല്ലെങ്കിൽ നോർമൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയൊക്കെ മതി, നിങ്ങൾ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് തിരിച്ചയച്ചിട്ടുണ്ട്. ചില കൂടുതൽ യങ്സ്റ്റേഴ്സാണ്, ചില യങ്സ്റ്റേഴ്സ് പഠിച്ചു വന്നിട്ട് ഭയങ്കര ഐഡിയ ആയിട്ട് വരും. ഒരാൾ, എനിക്ക് തോന്നുന്നത് യങ്സ്റ്റർ അല്ല, വളരെ വേറൊരാൾ, ഇപ്പോൾ ലേറ്റസ്റ്റ് വന്ന അയാൾ ഏവിയേഷൻ ഇൻഡസ്ട്രി ഭയങ്കരമായിട്ട്, ഡൊമസ്റ്റിക് എയർലൈൻസ്, ഇപ്പം നമ്മളൊരു എയർ കേരള എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്, അത് ചെയ്തത് കണ്ടിട്ട് വേറൊരാൾ വന്നു. അയാൾ പറഞ്ഞു, അയാളൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കി, നമ്മളെ വിമാന കമ്പനി തന്നെ തുടങ്ങിയത്. അതിൽ ഡേ 1 മുതൽ പ്രോഫിറ്റാണ് കാണിച്ചത്. അപ്പോൾ അയാൾ കാണിക്കുന്നു 3 ഫ്ലൈറ്റ് വാങ്ങുന്നു, എല്ലാ സീറ്റും ഫുള്ളാവുന്നു, ഇത്ര പ്രോഫിറ്റ് കിട്ടുന്നു, ഇതിന് എത്ര ക്യാപിറ്റൽ, ഇതിന് എത്ര വാല്യൂഷന്, ഞാൻ ഹീറോ ആവുന്നു എന്നുള്ളൊരു ഞാൻ അവർ തന്നെ പ്രിപ്പയർ ചെയ്ത ഇതിനെ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അയാൾ പറഞ്ഞു 4 കൊല്ലം കഴിയും അല്ലെങ്കിൽ 3 കൊല്ലം കഴിയും, അത് അയാളെ ഡൈജസ്റ്റ് ആവുന്നില്ല. ഞാൻ പറഞ്ഞു സ്റ്റോപ്പ് ദിസ് പ്രോജക്റ്റ്, നിങ്ങൾ ചെയ്യരുത്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കുക, പക്ഷെ ചെയ്യരുത് എന്ന് തിരിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം അയാളെ ഇവിടെ നമ്മൾ തെറ്റും തിരുത്തി കൊടുക്കണം. നമുക്കൊരു സോഷ്യൽ, ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ. നമുക്കതൊരു ബിസിനസ് ആവും, നമുക്ക് ഫീ ചാർജ് ചെയ്യാന്ന് പറഞ്ഞിട്ടല്ല. അയാൾ സക്സസ് ഏറ്റവും കൂടുതൽ നമുക്ക്, എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഒരു പേഴ്സണലി സങ്കടം തോന്നുന്നത് അല്ലെങ്കിൽ പെയിൻ തോന്നുന്നതെന്ന് പറയുന്നത്, നമ്മളൊരു അഡ്വൈസ് ചെയ്തിട്ട് അത് റോങ് ആയി അയാൾ കമ്പനി പൂട്ടിപ്പോകുന്ന, ബിസിനസ് പൂട്ടിപ്പോകുന്ന ഒരു അവസ്ഥ വരിക ഒന്ന്. അല്ലെങ്കിൽ അയാളെ നേരായ മാർഗത്തിലേക്ക് അഡ്വൈസ് ചെയ്യാതെ അന്ന് എനിക്ക് അത് സക്സസ് ആവില്ല എന്ന് തോന്നിയിട്ടും ഞാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വിട്ടിട്ട് അയാൾ പടുകുഴിയിലേക്ക് വീണത് കാണുമ്പോൾ ആസ് എ പ്രൊഫഷണൽ എത്തിക്സ് അല്ലെങ്കിൽ നമ്മളൊരു ഹ്യൂമൻ ബീങ് എന്ന നിലയ്ക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. അതും ഉണ്ടാവുമല്ലോ. പക്ഷെ നമ്മൾ പഠിച്ചിട്ട് പല കാരണങ്ങൾ കൊണ്ട് ഫെയിലിയർ ആവുന്നുണ്ട്. അത് നമ്മൾ കൺട്രോളിലല്ല. അല്ലാതെ അതിപ്പം സാറ് ചോദിച്ച ഈ ക്വസ്റ്റ്യന് ഞാൻ എത്രയോ ക്ലയന്റിനെ തിരിച്ചയച്ചിട്ടുണ്ട്, നിങ്ങൾ ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ തുടങ്ങരുത്. അതേ സമയത്ത് 1-2 ക്ലയൻസിനെ അയാൾ അറിയാത്ത പൊട്ടൻഷ്യൽ എനിക്ക് അയാളോട് സംസാരിക്കുമ്പോൾ അയാളിൽ കണ്ടെത്തി, നിങ്ങൾ ഇതല്ല തുടങ്ങണ്ടേ, ഇങ്ങനെ തുടങ്ങും. ഇപ്പം ഞാനൊരു ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി, അയാൾ ഭയങ്കരമായിട്ട് ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി തുടങ്ങിയിട്ട് ഞാൻ എന്നോട് പറഞ്ഞൊരു മെൻറ്റർഷിപ്പ് ചെയ്യണം. അപ്പോൾ ഭയങ്കര ഒരു പ്രോമിസിങ് ആളാണ്. അവൻ്റെ അടുത്ത് ഭയങ്കര ഫയർ ഉണ്ട് ഉള്ളിൽ ആസ് എ വ്യക്തി, ഭയങ്കരമായിട്ട് ഹാർഡ് വർക്കിംഗ് ആണ്. അപ്പോൾ ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ് അന്നത്തെ ഏറ്റവും, ഇതൊക്കെ മാർക്കറ്റിൽ അപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചിട്ട് തുടങ്ങുന്നതാണ്, റിയലി പഠിച്ചിട്ട്. ഞാൻ പറഞ്ഞു ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി നിങ്ങൾക്ക് തുടങ്ങുന്നതിന് പകരം അയാൾ ജസ്റ്റ് 1-2 പ്രോജക്റ്റ് ചെയ്ത് ഭയങ്കര ഒരു പിന്നെ എന്താ പറയുക ഡ്രീമിലൊക്കെ. ഞാൻ പറഞ്ഞു നിങ്ങളത് ബ്രാൻഡിങ്ങും കൺസൾട്ടിങ്ങും അഡ്വർടൈസിങ് കമ്പനിയാക്കി കൺവേർട്ട് ചെയ്യും. നിങ്ങൾക്ക് ക്യാഷ് ഫ്ലോ എടുത്തു കഴിഞ്ഞാൽ ഇവന്റ് മാനേജർ വലിയ ഇവന്റുകൾ നടത്തി നിങ്ങളെ മാർജിൻ വളരെ തിന്നില്ല, അവസാനം കിട്ടും, അത് കട്ടാവും, ആൾക്കാർ തരില്ല, കട്ട് ചെയ്യുന്ന പോർഷങ്ങളെ ലാഭമാണ്.
അപ്പോൾ മാത്രമല്ല നിന്റെ കപ്പാസിറ്റി അതല്ല എന്ന് പറഞ്ഞിട്ട് അവനെ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചിട്ട് തിരിച്ചയച്ചിട്ട് ഈ കമ്പനി എന്നിട്ട് അവൻ ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്ത് പറഞ്ഞാൽ ഒരു ലാസ്റ്റ് 3-4 ഇയേഴ്സിൻ്റെ ഇടയിൽ അവൻ്റെ ഗ്രോത്ത് ഭയങ്കരമാണ്. അവൻ എപ്പോഴും കാണുമ്പോഴും എന്നോട് പറയാം, നിങ്ങൾ നമ്മളൊരു ദൈവം മാതിരിയാണ്, എന്നെ ടേൺ ചെയ്യിപ്പിച്ച് ഞാൻ ഒരിക്കലും ഈ ഒരു ബ്രാൻഡിങ് കൺസൾട്ടൻസിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. പക്ഷെ സംസാരിച്ചപ്പോൾ ഞാൻ അവൻ്റെ പൊട്ടൻഷ്യൽ അതാന്ന് മനസ്സിലായി, ടേൺ ആക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ അപ്പോഴാണ് നമ്മൾ റിയൽ ആർക്കിടെക്ട് പോലെ ആവുക. നമ്മളൊരു സാറ്റിസ്ഫാക്ഷൻ വേണമല്ലോ, വെറുതെ മണി മേക്കിംഗ് അല്ലല്ലോ. ഇതിലിപ്പം നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു, അതായത് ഗ്ലോബലൈസേഷൻ എന്നുള്ളത് ഇന്ത്യ ഒരു സാമ്പത്തിക നയമായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന സമയത്താണ് ഈ പറഞ്ഞ ഗ്രോത്ത് ഒക്കെ ഇന്ത്യയിൽ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് പറയാൻ പറ്റും. പ്രത്യേകിച്ചും ക്യാപിറ്റൽ ഗ്രോത്തും അതോടൊപ്പം തന്നെ ഇതിൻ്റെ മാർക്കറ്റിംഗ് അങ്ങനെയുള്ള എല്ലാ ഭാഗങ്ങളിലേക്കും കമ്പനി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള സംഗതികളൊക്കെ വരുന്നത്. അതുവരെ നമ്മൾ കണ്ടിരുന്ന ഒരു പൊതു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ചില കുടുംബത്തിൻ്റെയൊക്കെ കീഴിലുള്ള കമ്പനികൾ അല്ലെങ്കിൽ ബിസിനസ് ഒക്കെ വളരെ നന്നായിട്ട് ഫ്ലറിഷ് ചെയ്യും. ചില സമയത്ത് നമുക്ക് പേരെടുത്ത് പറയാവുന്ന തന്നെ വലിയ കമ്പനികളുണ്ടല്ലോ, ഹ്യൂജ് ആയിട്ടുള്ള ബിസിനസ് പൊട്ടൻഷ്യലുള്ള കമ്പനികൾ. പക്ഷെ അതൊക്കെ മാറിയിട്ട് ഒരു വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ലാഭം ഉണ്ടാവുകയും അല്ലെങ്കിൽ അതിൻ്റെ വിപണനം നന്നായി നടക്കുകയും ചെയ്യുന്ന ഒരു പ്രദേശമായിട്ട് ഇന്ത്യയും മാറിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് അതിൻ്റെ ഒരു പൊതു സൂചിക നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മളിപ്പം പ്രത്യേകിച്ചും കോഴിക്കോട് പോലുള്ള ഒരു നഗരത്തിൻ്റെ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് ബിസിനസ്സുമായിട്ടും ട്രേഡുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് നല്ല പാരമ്പര്യമുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ പറയാറുണ്ട്, കാരണം വലിയ എഴുത്തുകാരനായ MT വാസുദേവൻ നായർ, അദ്ദേഹം 2ാം ഊഴം എഴുതുമ്പം തന്നെ അദ്ദേഹത്തിന് പുറത്ത് ബിസിനസ് ഉണ്ടായിരുന്നു. ഇപ്പം പലതരത്തിലും വെഞ്ചർ മോഡുള്ള ഒരു സാഹിത്യകാരനായിരുന്നു അദ്ദേഹം. കാരണം അദ്ദേഹത്തിന് ലാംബ്രട്ട ഓട്ടോറിക്ഷയൊക്കെ അതിൻ്റെയൊക്കെ സെക്കൻഡ് സെയിൽസിലൊക്കെ നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മനുഷ്യൻ കൂടി. പിന്നെ മാത്രമല്ല ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ബിസിനസ് എന്ന് പറയുന്നത് ഒരു ഐത്തത്തോടു കൂടി മാറ്റി നിർത്തുന്ന ഒരു തരത്തിലുള്ള പ്രത്യയശാസ്ത്ര ശാഠ്യങ്ങളൊന്നും ഇല്ലാത്തവരായിരുന്നു കോഴിക്കോട്ടുള്ള സാഹിത്യകാരന്മാർ വരെ. അപ്പോൾ ഈ പറഞ്ഞ ഗ്ലോബലൈസേഷൻ്റെ എഫക്റ്റ്, പ്രത്യേകിച്ചും എക്കണോമിക് ലിബറലൈസേഷൻ്റെ എഫക്റ്റ് നമ്മുടെ കേരളത്തിൽ എങ്ങനെയാണ് ആഷിഖിന് അനുഭവപ്പെട്ടിട്ടുള്ളത്? എനിക്ക് പല ബിസിനസ്സുകാരുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ, പല ലെവൽ ഓഫ് കൺസൾട്ടേഷൻ ചെയ്യുമ്പോൾ ഒക്കെ ഞാൻ അവരോടും എന്തുകൊണ്ട് നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് വന്നു എന്ന് ആദ്യം ചോദിക്കും, വൈ എന്നില്ല. അതിൽ നിന്ന് പല ആൻസറും അല്ലെങ്കിൽ നമ്മുടെ ഡിസ്കഷനിൽ വരും. ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ കൾച്ചറൽ മാറ്റം എന്ന് പറയുമ്പോൾ 93 വന്നൊരു വലിയൊരു എക്കണോമിക് റെവല്യൂഷൻ, ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ, വലിയൊരു റിസ്ക് എടുത്ത് പിന്നെ അതിന് മുന്നേ രാജീവ് ഗാന്ധി ടെലികോം ഫ്യൂച്ചറിൽ സാം പിട്രോഡന്റെ അഡ്വൈസ്, ഇങ്ങനെ ആ ഒരു റിഫോംസ് ഭയങ്കര ഇമ്പാക്റ്റാണ് ഇന്ത്യയിൽ ഉണ്ടാക്കിയത്. ആ ഗ്ലോബലൈസേഷൻ ലിബറലൈസേഷൻ വന്ന സമയത്ത് എൻ്റെ ഒരു ക്ലൈൻറ്റ്, നമ്മളെ തന്നെ തുടക്കത്തിലൊക്കെ ടാറ്റ ബിർള എന്ന് മാത്രം കേട്ട്, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ടാറ്റ ബിർള മാത്രമേ, വേറൊരു ഓപ്ഷൻ ഇല്ല. ടാറ്റയ്ക്കും ബിർളയ്ക്കും എതിരായിട്ടുള്ള ഒരു മൂടുണ്ടായി. പക്ഷെ ഇപ്പം ഇന്ത്യയിൽ എത്ര ബ്രാൻഡ് ഉണ്ട്, ഒരുപാട് ബ്രാൻഡ് ഉണ്ട്. നമുക്ക് തന്നെ കൗണ്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ യങ്സ്റ്റേഴ്സ് ഒന്നും ടാറ്റ ബിർള എപ്പോഴും ഉണ്ട്, അവരെ ലിഗസി ഇപ്പോഴും സ്റ്റിൽ കണ്ടിന്യൂയിങ്. ബട്ട് സോ മെനി, ടാറ്റയുടെ ഒരു ബഹുമാനമാണെങ്കിൽ ജാഗ്വർ യങ്സ്റ്റേഴ്സിന് ഇപ്പോൾ ടാറ്റയുടെ പഴയ ഇൻഡിഗോ കണ്ടിട്ടല്ല, ജാഗ്വറും ലാൻഡ് റോവറിലും കമ്പനിയാണ്. ഇപ്പം നമ്മളെ മക്കളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ടാറ്റ എന്ന് പറയുമ്പോൾ അതിനോടാ കണക്ട് ആവുന്നത്. അപ്പം ആ കളിച്ച് ഭയങ്കര മാറ്റം ഉണ്ടായതെന്ന് പറഞ്ഞാൽ ആ ഗ്ലോബലൈസേഷൻ ലിബറലൈസേഷൻ വലിയൊരു മാർക്കറ്റ്, ഇന്ത്യൻ മാർക്കറ്റിന് വേൾഡിലേക്ക് ഓപ്പൺ ചെയ്തു, ഭയങ്കരമായിട്ട് ഓപ്പൺ ചെയ്തു. അന്ന് ഫെറ എന്ന് പറഞ്ഞ ആക്ട് ആയിരുന്നു, ഫോറിൻ എക്സ്ചേഞ്ച് കണ്ടത്. ഫെറ മീൻസ് ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആയിരുന്നു. പക്ഷെ 99 അത് ചേഞ്ച് ചെയ്തിട്ട് മാനേജ്മെന്റ് ആക്ട് ആയി. ആ വേർഡിൽ തന്നെ ഉണ്ട്, ഫെമയായി, ഫെറയ്ക്ക് പകരം ഫെമയായി, മാനേജ്മെന്റ് ആണ്. മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിന് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഒരു കൾച്ചർ ഒരു കൊണ്ടുവന്നു ആ ആക്ടിൽ തന്നെ. അതിനുശേഷം ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുന്നത്, എൻ്റെ ഒരു ക്ലയൻറ്റിൻ്റെ എക്സാമ്പിൾ തന്നെ മലബാർ ഗോൾഡ്. ഇപ്പോൾ വേൾഡിലെ 6th ജ്വല്ലറി ബ്രാൻഡാണ്, വേൾഡിലെ 19th ലക്ഷറി ബ്രാൻഡാണ്. അത് പോയത് കോഴിക്കോട് നിന്നാണ്, കൊയിലാണ്ടിയിൽ നിന്നാണ്. അന്ന് അദ്ദേഹത്തിന്റെ ഡ്രീം ആയിരുന്നു, വാസ്കോഡ ഗാമ ഇവിടെ വന്നിട്ട് സ്പൈസസ് വാങ്ങുന്ന ഗോൾഡ് കൊണ്ടുവന്നിട്ടാണ് വാങ്ങിക്കുന്നത്, ബാർട്ടർ സംവിധാനം. തിരിച്ച് ഇനി അയാളുടെ ഡ്രീം ചെയ്ത്, അഹമ്മദ് ഡ്രീം, അതിന്റെ ചെയർമാൻ ഡ്രീം ചെയ്ത് ഇനി ഫോറിനേഴ്സ് കറൻസി കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് ഗോൾഡ് തിരിച്ചു കൊണ്ടുപോകണം, അതിന്റെ ഹബ്ബാക്കണം. ഈ തോട്ട് മനസ്സിലുണ്ടായത് ഈസി ആക്കിയത് ഈ ഒരു മാർവാടി ഒരു വ്യക്തി
ഒരിക്കലും ഈ ലിബറലൈസേഷൻ ഗ്ലോബലൈസേഷൻ വന്നപ്പോൾ എന്താണ് ഇനി നാളെ മാർക്കറ്റ് എന്താണ് ഫ്യൂച്ചർ എന്താണെന്ന് ചോദിച്ചതാണ്. അപ്പോൾ അയാൾ മാർവാടികൾക്ക് ഇതിന് തമ്പ് റൂൾ കാൽക്കുലേഷൻ ഭയങ്കരമാണല്ലോ. അവർക്ക് ഭയങ്കര പെട്ടെന്ന് നമ്മളെക്കാൾ കൂടുതലൊരു പ്രാക്ടിക്കൽ എഡ്യൂക്കേഷൻ ചിലപ്പോൾ കുറവായിരിക്കും, പക്ഷെ പ്രാക്ടിക്കൽ നോളജ് ഇന്ത്യൻ ട്രേഡേഴ്സ് എന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു പൊന്നും മണ്ണും എന്ന് പറഞ്ഞു. പൊന്നും മണ്ണിലേക്ക് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഭയങ്കരമായിട്ട് വരും. ഇന്ത്യൻ്റെ കൾച്ചർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇന്ത്യക്കാണല്ലോ ഇത്രയും വെറൈറ്റി ഓഫ് ഒരു കൺട്രിയിൽ തന്നെ വെറൈറ്റി ഓഫ് കൾച്ചർ ഉള്ളത്. കേരളത്തിലെ കൾച്ചറല്ല കർണാടകയില്ല ഗുജറാത്ത്, ഓരോ സ്റ്റേറ്റിലും ഡിഫറെൻറ്റ് കൾച്ചറിലും ഡിഫറെൻറ്റ് ലൈഫ് സ്റ്റൈലുമാണ്. ഇതിനെ യൂസ് ചെയ്യാൻ കോമൺ ആയിട്ട് ഫാക്ടർ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇതാണ് നാളെ ഫോറിൻ അന്ന് പറഞ്ഞത് അയാൾ പറഞ്ഞു. പിന്നെ രണ്ടാമത് അവർ പറഞ്ഞു ഇയാൾക്ക് കോഴിക്കോട് കൊപ്ര കച്ചവടത്തിലേക്ക് പൈസ കൊടുക്കാനുണ്ടായപ്പം അയാൾ ഭയങ്കര ബാങ്ക്രപ്റ്റായ ഒരു സമയം, ഒരു മൊമെന്റിൽ അദ്ദേഹം ഒന്നായിട്ട് പേയ്മെന്റ് തിരിച്ചടക്കുന്നു. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഫണ്ട് കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ബ്രാൻഡ് വിറ്റു. അപ്പോഴാണ് ബ്രാൻഡ് വിൽക്കുക, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ബ്രാൻഡ് വിൽക്കുക, ലാൻഡ് വിൽക്കുക, ഗോൾഡ് വിൽക്കുക, ബ്രാൻഡ് വിൽക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ്. ഈ രണ്ട് സാധനങ്ങളെ റിസ്ക് ടേക്കിംഗ്, ഞാൻ പറഞ്ഞല്ലോ കേരളത്തിൽ റിസ്ക് ടേക്കിംഗ് ആൾക്കാരാണ്. ഇത് മനസ്സിലാക്കി അതിലേക്ക് ഇറങ്ങിച്ചേരാൻ ഹ്യൂജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വേണം ഈ പൊന്നും മണ്ണിനും ബിസിനസ് ആക്കണത്. അത് റിസ്ക് എടുത്തിട്ടാണ് ഇന്ന് വേൾഡിലെ 6th ബ്രാൻഡായിട്ട് മലബാർ ഗോൾഡ് മാറിയത്. അപ്പം ഇപ്പൊ ടാറ്റന്റെ പറയുന്ന തനിഷ്ക് ടാറ്റന്റെ ബ്രാൻഡാ, അതിന്റെ മുകളിലാണ് മലബാർ. അപ്പം ഇത് നടന്നത് കോഴിക്കോട് നിന്നാണ്, കേരളത്തിൽ നിന്നാണ്. ഈ ജേണിയിൽ നേരത്തെ പറഞ്ഞ ആർക്കിടെക്റ്റിന് ഭയങ്കര റോളാണ്. അത് ശരിക്കും വിശദീകരിക്കാവുന്ന ഒരു സംഗതിയാണ് എനിക്ക് തോന്നുന്നത്. കാരണം പ്രത്യേകിച്ചും മലബാർ ഗോൾഡിന്റെ ഒരു വളർച്ച, കാരണം ഇതൊരു ട്രഡീഷണലി ഗോൾഡ് ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന ഒരു കുടുംബത്തിൽ നിന്നോ വ്യക്തിയിൽ നിന്നോ അല്ല മലബാർ ഗോൾഡ് ഉണ്ടാവുന്നത്. ഈ പറഞ്ഞ ഗ്ലോബലൈസേഷൻ കൊടുത്ത ഒരുപാട് സൗകര്യങ്ങൾ, പിന്നെ ഇന്ത്യയിൽ മാറി വന്ന ബിസിനസിന്റെ സ്ട്രാറ്റജി, ഇതൊക്കെ ഈ മലബാർ ഗോൾഡിന്റെ വികാസത്തിന് സഹായിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് അതില് എനിക്ക് നിങ്ങൾ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ പാരമ്പര്യ ബിസിനസ്, കുടുംബ ബിസിനസ്സിൽ നിന്ന് മാറി ചിന്തിച്ച ആൾക്കാരാണ് പിന്നീട് സർവൈവ് ചെയ്യുന്നുള്ളൂ. പല ബിസിനസ്, കുടുംബ ബിസിനസ് ഒക്കെ, ഈവൻ ജ്വല്ലറി എന്ന് പറയുന്ന ഗോൾഡ് ബിസിനസ് കുടുംബ ബിസിനസ് ആയിരുന്നു കേരളത്തിൽ. ആലുക്കാസ്, ആലപ്പാട്ട്, ഭീമ, അയോധ്യ അല്ലേ, പിന്നൊരു ബ്രാൻഡ് ഉണ്ട്, പേര് മറന്നു, കാരണം പേര് തന്നെ മറന്നു, വെങ്കടേഷ് ബിയൻ. അപ്പൊ ഇതിന്നൊക്കെ മാറി ഒരു പുതിയ ബ്രാൻഡ് അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വരികയാണ്. അതും കുടുംബമായിട്ട് ഒരു ഗോൾഡിന്റെ ABCD പോലും അറിയാതെ. അപ്പൊ അവിടെ ഈ പറഞ്ഞ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഫ്യൂച്ചറിൽ എന്താണ് നീഡ് എന്ന് മനസ്സിലാക്കുകയും അതിന് റിസ്ക് എടുക്കുകയും നോളജ് ഉള്ള ആൾക്കാരെ ഹയർ ചെയ്യാന്നുള്ള മൈൻഡ് ആകെ അവരെ ഫൗണ്ടേഴ്സിന്, അവർക്കടക്കമുള്ള ഫൗണ്ടേഴ്സിന് കോൺഫിഡൻസ് പറഞ്ഞു ഞങ്ങൾ 24/7 വർക്ക് ചെയ്യും, റിസ്ക് ഏത് ലെവലിലും എടുക്കും, ഫണ്ട് നാട്ടുകാരുടെ അടുത്തുണ്ട്, നമ്മളെടുത്ത് ഈവൻ ക്യാപിറ്റൽ തന്നെ ഫണ്ട് നാട്ടുകാരെ അടുത്തുണ്ട്, നോളജ് ഉള്ള ആൾക്കാരെ ഹയർ ചെയ്യുക, പ്രൊഫഷണലിസം തുടക്കത്തിൽ കൊണ്ടുവരിക, ഇങ്ങനത്തെ കുറേ ഫോർമുലേസ് ഒരു ടേബിൾ ചെയ്തു. അതിൽ ക്രൗഡ് ഫണ്ടിങ്, പബ്ലിക് ഫണ്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തവരാണ്. അതിന് ലീഗൽ സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. നേരെ നാട്ടുകാരുടെ അടുത്ത് നിന്ന് ഫണ്ട് കളക്ട് ചെയ്താൽ നാളെ പൂട്ടും. അവിടെയാണ് നമ്മളെപ്പോലത്തെ ആൾക്കാരെ റോള് വരുന്നത്. കറക്റ്റ് ലീഗൽ സ്ട്രക്ചറിങ് ഇമ്പോർട്ടൻ്റ് ആണ്. തുടക്കം മുതൽ തന്നെ 93 അവർ തുടങ്ങുമ്പോൾ പാർട്ണർഷിപ്പ് ഫേമാണ്, 2001 ഒരു കോർപ്പറേറ്റ് സ്ട്രക്ചറിൽ കമ്പനിയിലേക്ക് മാറി. അപ്പം ആ സമയത്ത് അവരെന്നൊക്കെ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ നിന്ന് ഓർഗനൈസ്ഡ് സെക്ടറിലേക്ക് മൂവ് ചെയ്യുന്ന കാലം തുടങ്ങിയ സമയം 2000, എസ്പെഷ്യലി 2000 ഡിജിറ്റൽ ആദ്യം വരുന്നു. ആ സമയത്തേക്ക് ഒരു കോർപ്പറേറ്റ് കമ്പനി സ്ട്രക്ചറിലേക്ക് മാറി, പിന്നീട് അതൊരു കോർപ്പറേറ്റ് സ്ട്രക്ചറിലേക്ക് ഇപ്പോൾ മാറുന്നു, പിന്നെ പ്യുവർ ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് പോകുന്നു. അത് ഒരു ജ്വല്ലറിയിൽ നിന്ന് ഏകദേശം 380-370 ജ്വല്ലറിയിലേക്ക് വരുന്നു. 1000 അവരൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞാൽ ഇന്ത്യൻ്റെ പോപ്പുലേഷനാണ് ഏറ്റവും വലിയ സ്കോപ്പ്. ഓരോ സ്റ്റേറ്റിലും ഓരോ ഡിസ്ട്രിക്റ്റിലും 740 ഡിസ്ട്രിക്റ്റ് 740 സ്റ്റോർ തുടങ്ങാം. പിന്നെ ഓരോ ഡിസ്ട്രിക്റ്റിലും വീണ്ടും സ്റ്റോർ തുടങ്ങും. ദാറ്റ് മീൻസ് അറൌണ്ട് 1000+ 1500 സ്റ്റോർ ഇന്ത്യയിൽ സ്കോപ്പ് ഉണ്ടെന്ന്
പറയുന്നവരാണ്. അപ്പോൾ തനിഷ്കിനൊക്കെ ഓവർടേക്ക്. ഇതിൻ്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ശരിക്ക് റിസോഴ്സസ് എവിടേക്കോ കിടക്കുന്ന റിസോഴ്സ് യൂസ് ചെയ്തിട്ട് ഒരു നല്ല പ്രൊഫഷണൽ ലീഗൽ ടേബിളിലേക്ക് കൊണ്ടുവന്ന് റിസ്ക് എടുക്കുന്നു. സിമ്പിൾ. ഫാമിലി ബിസിനസ്സിലെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ റിസ്ക് എടുക്കുന്ന അവരെ ക്യാപിറ്റൽ ഉണ്ടെങ്കിലേ റിസ്ക് എടുക്കും. ക്യാപിറ്റൽ അവർക്ക് ഇങ്ങനെ വിസിബിൾ ആവണം, കാണണം. അതായിരിക്കും ഇപ്പം തനിഷ്കും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ, കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത്രയും കാലത്തെ പരിചയത്തിന്റെയും ആധിപത്യത്തിന്റെയും രാഷ്ട്രീയമായിട്ടുള്ള സ്വാധീനത്തിന്റെയും ഒക്കെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ തനിഷ്ക് പോലുള്ള ഒരു കമ്പനിക്ക് വളരെ ഈസിയായി ചെയ്യാൻ പറ്റും നമുക്ക് തോന്നും. ഞാനത് മോശപ്പെട്ട ഒരു കമ്പനി ആയിട്ടല്ല പറയുന്നത്. എന്തായാലും മലബാറിനേക്കാളും കുറച്ചും കൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള കമ്പനിയാണ്. പക്ഷെ എവിടെയാണ് പിന്നെ മലബാർ ഗോൾഡിന്റെ വിജയം വരുന്നത്? അപ്പോൾ മലബാർ ഗോൾഡിന്റെ വിജയം എന്ന് പറഞ്ഞാൽ ഓണർ ഡ്രിവൺ ബിസിനസ്. ഓണർ ഡ്രിവൺ, ഫ്രണ്ടിൽ ഓണേഴ്സ് ഉണ്ട്. ഒരുപക്ഷെ തനിഷ്കിലൊന്നും അങ്ങനെയല്ലല്ലോ ബിസിനസ്സിന്റെ സ്ട്രാറ്റജി. അവര് പ്രൊഫഷണൽ ഡ്രിവൺ ആണ്. ഇനീഷ്യലി ഒരു ലെവലിൽ എത്തുമ്പോൾ ഒരു സിസ്റ്റം ആകുന്നവരെ ഓണേഴ്സ് ഡ്രിവൺ ആവണം. ടാറ്റയ്ക്ക് 100 കൊല്ലത്തിൻ്റെ മുകളിൽ പാരമ്പര്യമുണ്ട്. അതുകൊണ്ടാണ് ഇവർക്കാർക്കും അത്ര പാരമ്പര്യമില്ല. പക്ഷെ ഓണർ ഡ്രിവൺ ആവുമ്പം അവർ തന്നെ മുന്നിൽ നിന്ന് കസ്റ്റമേഴ്സിനെ കാണുന്നു, നയിക്കുന്നു. ഇപ്പോൾ സിസ്റ്റമാറ്റിക്കായി പ്രൊഫഷണലി ഡ്രിവൺ ആയിട്ട് മാറുകയാണ് കുറേ. ഇപ്പോൾ പ്രൊഫഷണലി ഇൻറ്റേർണലി പ്രൊഫഷണൽസാണ്, ഫ്രണ്ട് എൻഡിൽ ഓണേഴ്സാണ്. തനിഷ്കൊക്കെ നേരെ തിരിച്ചാണ്. പ്രൊഫഷണൽസ് തന്നെ റൺ ചെയ്യുന്നു, ബോർഡിൻ്റെ പോളിസി. ഈ ഡിഫറൻസ് ആണ് ഒന്നുള്ളത്. പിന്നെ രണ്ടാമത് വോളിയം ബിൽട്ടപ്പ് ചെയ്യുകയും ഭയങ്കര ഫ്യൂച്ചർ. തനിഷ്കും ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയാണ്, പക്ഷേ ഫ്യൂച്ചർ കണ്ടിട്ട് വോളിയം ബിൽട്ടപ്പ് ചെയ്തിട്ട്. പിന്നെ അവരൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഇപ്പം CSR ആക്ടിവിറ്റി, കമ്പനീസ് ആക്ടിൽ തന്നെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എമൗണ്ട് 2% വന്നത് മാൻഡേറ്ററി ആയിട്ട് വരുന്നതിന് മുന്നേ തന്നെ 5% ഒക്കെ അവർ മാറ്റി സൊസൈറ്റിക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പം ഇതൊരു എപ്പോഴും ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു ഗോൾഡ് സപ്പോർട്ടും ഉണ്ട്, അതൊക്കെ ഉണ്ട്. അപ്പം ഇവരുടെ സ്റ്റൈൽ ഓണർ ഡ്രിവൺ ആണ്. പിന്നെ ഓണർഷിപ്പ് ഷെയറിങ് ആണ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. എംപ്ലോയീസ് അടക്കം ഓണേഴ്സ് ആണ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ. ഒരിക്കൽ ആൾക്ക് പിന്നെ ഓണർഷിപ്പ് ഫീൽ ചെയ്യുക എന്നുള്ളത്, ഇത് എൻ്റെ ബിസിനസ്സാണ്, എൻ്റെ സ്ഥാപനമാണെന്ന് ഫീൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ വർക്ക് ചെയ്യും ഭയങ്കരമായിട്ട്. ഞാൻ ഫിക്സഡ് സാലറിയിലോ അല്ലെങ്കിൽ ഒരു റെമ്യൂണറേഷന് മാത്രമാണ് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മളെ അപ്രോച്ച് ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഓണർഷിപ്പ് ഷെയറിങ് ഫോർമുല ഭയങ്കരമായിട്ട് സക്സസ് ആക്കിയ ഒരു ഗ്രൂപ്പാണത്. ചിലയിടത്ത് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാൻ ഭയങ്കര ഒരു മടിയാണ്. എൻ്റെ പേഴ്സൻറ്റേജ് കുറഞ്ഞു പോകും, എൻ്റെ ഓണർഷിപ്പ് ഷെയർ ഹോൾഡിംഗ് പേഴ്സൻറ്റേജ് കുറഞ്ഞു പോകും എന്നുള്ള അതൊരു തെറ്റായ ധാരണയാണ്. ഫുള്ള് നമ്മൾ വെക്കുക എന്നുള്ളതല്ല, നമ്മളൊരു ഷെയർ ചെയ്യപ്പെട്ടിട്ട് ഗ്രോ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഗ്രോത്തിൻ്റെ പേസ് കൂടും. പിന്നെ നമ്മളൊരിക്കലും ഒരു എപ്പോഴും അവർ പറയുന്ന അവരെ പിന്നെ ചെയർമാനോടൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ അവർ മാത്രമല്ല ഭയങ്കരമായിട്ട് വളർന്ന, എസ്പെഷ്യലി കേരളത്തിലൊക്കെ ഉള്ള ഞാൻ അത് മാത്രമല്ല ഇപ്പം മാസ്റ്റർ ഗ്രൂപ്പിൻ്റെ ചെയർമാനായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യുമ്പോഴും പറയുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഭൂമി ലോകത്ത് എന്താ പറയുക, യൂണിവേഴ്സിൽ ഒന്നും സ്ഥിരമായിട്ട് നിൽക്കുന്നില്ലല്ലോ. ചന്ദ്രൻ, പിന്നെ ഭൂമി, ചന്ദ്രന്, സൂര്യനൊക്കെ പരസ്പരം ചുറ്റിക്കൊണ്ട്, ദാറ്റ് മീൻസ് എപ്പോഴും മൂവിങ് ആണ്. ബിസിനസ്സും അതാണ്. ഒരിക്കലും ഓക്കെ ഞാനൊരു ലെവലിലെത്തി ഇനിയൊന്ന് ഉറങ്ങാം എന്ന് വിചാരിച്ചാൽ ബാക്കിലുള്ള ആളെ കയറും. നമ്മളൊരു പൊസിഷനിലെത്താൻ ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്ത് പിന്നെ അവിടുന്ന് അങ്ങോട്ടില്ല, ആ പൊസിഷനിൽ എത്തിയിട്ടില്ല, അതിൻ്റെ സസ്റ്റെയിൻ ചെയ്യാൻ എടുക്കുന്ന എഫേർട്ടാണ് ഭയങ്കര എഫേർട്ട്. അപ്പോൾ നമ്മളൊരിക്കലും ഒരു സമയത്തും റെസ്റ്റ് ഇല്ല. നമ്മൾ ഇനി കംഫർട്ടായി റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞാൽ അത് ഈ കോർപ്പറേറ്റ് പിന്നെ ശരീരഘടന അല്ലെങ്കിൽ മെക്കാനിസം എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും, അതായത് ഇപ്പം അതിപ്പോൾ ടാറ്റയുടേതായാലും അല്ലെങ്കിൽ പുതിയ റിലയൻസിൻ്റെതായാലും ഒക്കെ അങ്ങനെ തന്നെയല്ലേ വർക്ക് ചെയ്യുന്നത്? അതെ 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 അല്ലേ. ആ ഒരു മൊമെന്റം അതിനെപ്പോഴും ഉണ്ട്. അതെ അതെ. ഇപ്പോൾ ഇപ്പം നമുക്കിപ്പോൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നോക്കിയ ബ്രാൻഡിന് എന്താ സംഭവിച്ചത്? അതെ, ഒരു ലെവലിൽ അവരൊരു അധികായന്മാരായിരുന്നു ടെലികോം ഇൻഡസ്ട്രി. അവരൊന്ന് റെസ്റ്റ് എടുത്തതാ. പിന്നെ ടെക്നോളജി നമ്മളൊരിക്കലും നമ്മൾക്ക് ഇനി സേഫാണ് എന്ന് ബിസിനസ്സിന് ഏറ്റവും വലിയൊരു ഇത് പറഞ്ഞാൽ ഒരിക്കലും നമ്മളൊരു കംഫർട്ടബിൾ സോണാണ് എന്ന് ഫീൽ ചെയ്യരുത്. കംഫർട്ടബിൾ സോൺ ഫീൽ ചെയ്താൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ മൈൻഡിലെ തിങ്കിങ് പ്രോസസ്സ് എപ്പോഴും സ്ലോ ആവും. സ്ലോ ആയി കഴിഞ്ഞാൽ പിന്നിലുള്ള ആളെ ഓവർടേക്ക് ചെയ്യും. 100%. നോക്കിയനെ ഞാൻ എല്ലാ സ്പീച്ചിലും പറയുന്നതാണ്, തമാശക്ക് പറയുന്ന നോക്കിയനെ പിന്നെ നോക്കിയാ കാണുന്നില്ല എന്ന് പറയാറുണ്ട്. ആപ്പിളും സാംസങ്ങും ടെക്നോളജി ഡിസ്ട്രപ്ഷനിലൂടെ
ഒരുപക്ഷെ നോക്കിയും അതേപോലെ ടെക്നോളജി ഡിസ്ട്രപ്ഷൻസ് അല്ലെങ്കിൽ ടെക്നോളജി ഇന്നോവേഷൻസ് കൊണ്ടുവന്നിരുന്നെങ്കിൽ ദെൽ ബി ദ നമ്പർ 1 സ്റ്റിൽ. കൊഡാക്ക് ക്യാമറ, ഐ മീൻ ഫിലിം, എന്താ സംഭവിച്ചത് പണ്ട് കൊഡാക്ക് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വേറെ ലെവലിൽ നമുക്കൊരു. അപ്പോൾ ഒരിക്കലും ഒരു ബ്രാൻഡിന് കംഫർട്ട് സോണിൽ എത്തിക്കഴിഞ്ഞാൽ നിൽക്കുക എന്ന് പറഞ്ഞ പരിപാടി ഇല്ല. അതാണ് ബിസിനസ്സിൻ്റെ. നമ്മൾ ഓടിക്കൊടു പുലിൻ്റെ പുറത്ത് കയറി അങ്ങനെ ഉണ്ടാവും. നമ്മളറിയാതെ ഒരു പുലിൻ്റെ പുറത്ത് എത്തി. പുലിൻ്റെ പുറത്തെത്തി തന്നെ ഭയങ്കര ഒരു 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 ലോകം കീഴടക്കിയ ഫീലാണ് പുലിൻ്റെ മുകളിൽ കയറാൻ. പക്ഷെ പുലിനെ പുറത്തൊന്ന് പിടിക്കാൻ എന്തെങ്കിലും പുലി പിടിക്കും വേണം. പുലി ഓടും. ഓടുന്നതനുസരിച്ച് നമ്മൾ ഒരിക്കലും പുലിൻ്റെ തരുന്ന താഴോട്ട് ഇറങ്ങാൻ പാടില്ല. ഇറങ്ങിയ പുലി കടിക്കും. എൻഡാണ്. അതേപോലെ ബിസിനസ് ഓടിക്കൊണ്ടേയിരിക്കുക. അതിൽ നമ്മളെ ലൈഫ്, നമ്മളെ ആയുസൊക്കെ നോക്കും. പുതിയ ആൾ വരും. ഇപ്പം എൻ്റെ സ്ഥാപനം, ഞാനൊരു കൺസൾട്ടൻസി അല്ലെങ്കിൽ ആർക്കിടെക്ട് എന്ന് പറയുന്നത് ഞാൻ തന്നെയല്ല കൺസൾട്ട് ചെയ്യുക. എൻ്റെ ടീം വരും, എനിക്ക് പുതിയ ടീം ഉണ്ടാവും. അത് ആ സ്ഥാപനം നിൽക്കണം. ആശിക്കൽപ്പം നിന്നേക്കാം, പക്ഷെ സ്ഥാപനം നിന്ന് പോകണം. സ്ഥാപനം നിന്ന് പോകേണ്ട ആവശ്യം ഈ ബിസിനസ്സുകാർക്കൊക്കെയാണ്, എൻ്റെ ആവശ്യം മാത്രമല്ല. അപ്പൊ അതേപോലെ എല്ലാ ബിസിനസ്സും പുലിന്റെ പുറത്ത് കയറുക, ഓടുക.